ഇങ്ങനെ വൃത്തിയായിട്ടോപ്പോയി എന്ത് വൃത്തിയോട് നമ്മുടെ ഒരു കാര്യം കേൾക്കണം. എല്ലാ ആണുങ്ങളുടെ ഉള്ളിലും ഒരു ജോർജ് കുട്ടിയോ ഒരു വരുണും ഉണ്ടാവും. ഇവിടുത്തെ വരുണ് വരുന്നു. രാജീവന്റെ വീട്ടിൽ ഇതൊരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണാ? ഞാനില്ലേ ആ വീട്ടിന്റെ ഇറയത്ത് ഒരു ചുരിദാർ ഇറങ്ങിയിട്ടുണ്ട്. ആടെ ആരാ ചുരിദാർ ഇട്ടുണ്ട്? ആടെ ആരാ ചുരിദാർ ഉണ്ട്? ഒരു 26 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ചുരിദാർ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ കണ്ടതാ. ഇന്നലെ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല മമിതാ ബൈജുവിനെ പോലെ ഉണ്ട്. പ്രേമലു ഓനെടുത്തു വന്നില്ല. അല്ല ഇതിപ്പോ രാജീവനോട് കുറീന്റെ പൈസ കൊടുക്കുകയും ചെയ്ത് എങ്ങനെ അങ്ങോട്ട് പോവാ? ഞാനല്ല കൂടുതലായിട്ടുള്ളത്. ഞാൻ പോയിട്ട് കുറച്ച് വെള്ളം ചോദിക്കാം. അപ്പൊ അവര് വെള്ളം എടുത്തോണ്ട് വരും. വേഷം കളിക്ക് തരൂ, ചാണ്ട വെറുതെ. ഒരു കാര്യം ചെയ്യാം, കുറീന്റെ പൈസ തരാത്തല്ലോ നമ്മളെ ചീത്ത പറഞ്ഞേ. അത് നമുക്ക് പറ്റിയൊരു തെറ്റാന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മതി കുറീന്റെ പൈസ എന്ന് പറയാൻ വന്നേന്ന് പറഞ്ഞിട്ട് പോവാ. മതി. ഓരോ പെരാന്ത് അന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഇപ്പം കുറ്റം. കണ്ടാ ആടെ എന്താ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെല്ലുന്നു. നമ്മൾ വിറ്റിരിക്കുന്നത് രാജീവ എന്നാ പ്രശ്നം. അപ്പൊ ആടെയുള്ള പെണ്ണ് വിചാരിക്കും നമ്മളീ നാട്ടിലെ പ്രശ്നം പരിഹരിക്കുന്ന ചെറുപ്പക്കാരാണ്. ഇതൊരവസരമാണ്, ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളിടക്ക് ഞാൻ പോയിട്ട് ഞാൻ മുമ്പിൽ അടക്കാം. രാജീവ എടാ കുറിന്റെ പൈസ അല്ലേ? എന്ത് കുറിന്റെ പൈസ? ബന്ധങ്ങളാക്കട്ടെ വലുതാണോ കുറിന്റെ പൈസ? നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നമാണ്, നിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബക്കാരാണ്. എന്താ പ്രശ്നം? ഇതിൽ ആരോടും പറയാൻ പറ്റുക? രാജുവേട്ടാ, ഓരോ കുടുംബത്തിനും ഓരോ മാന്യതയുണ്ട്. ഇതെന്നാ കുപ്പായൊന്നും ഇല്ലാണ്ട് പെണ്ണുങ്ങളുടെ വീട്ടില് ഡീസന്റ് ആയിട്ട് കുറച്ച് വെള്ളം തരുവാ. അര ക്ലാസ് അനക്കൂ. നിന്റെ മാമന്റെ വീട്ടിൽ അവിടെ പോയി കുടിക്കണം. രണ്ട് പറ്റിയാടാ. കുറച്ച് വെള്ളം കരുതാ. മെല്ലെ പറഞ്ഞ പരിചയമില്ലാത്തല്ലേ. എനിക്കൊരു കാര്യം അറിയാലോ, എനക്ക് 31 വയസ്സും വിശാഖ നക്ഷത്രമാണ്. അതിന് അതിവിടെ പറയേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയുള്ളവർക്ക് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീയും ഒന്ന് പുറത്തേക്ക്, നമുക്ക് കുടുംബപരമായിട്ട് സംസാരിക്കാം. എടുക്ക്. ശരിക്കും ഇതിന്റെ പ്രശ്നം എന്നാ? ഇനി എന്ത് പ്രശ്നമാണെങ്കിൽ ശരി, നമുക്ക് എല്ലാവർക്കും വട്ടം കൂടി ഇരുന്നിട്ട് മുഖാമുഖം നോക്കിയിട്ട് സംസാരിക്കാം. ഇടയിലുള്ള ആൾക്കാരെല്ലാം വിളി, പുതുതായിട്ട് വന്ന ആൾക്കാരെയോ അട്ടം നോക്കി കിടക്കുന്ന അമ്മൂമ്മേനെ എല്ലാവരും വിളി. ഇവിടെ എന്നാ പറയണ്ടേ, അമ്മയില്ലേ, അമ്മ സീരിയൽ കണ്ടിട്ട് ആകെ തലക്ക് പിടിച്ചിട്ടുള്ളത്. ചൂരിദാർ ഇടണം പോലും. ഇപ്പോൾ ആ ചൂരിദാർ ഇട്ടിട്ട് ടൗണിലെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്നായിരിക്കും? ആർക്ക് 75 വയസ്സുള്ള ഈ സരസ്വച്ചിക്ക ചുരിദാറാ? അപ്പൊ ഈ ചുരിദാർ ഓറിയാ? അമ്മേൻ്റെ കുറിയുടെ പൈസ 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ. ഇന്ന് വൈകുന്നേരം കുറിന്റെ പൈസ എത്തിച്ചിട്ടുണ്ടല്ലോ, അടിച്ചിട്ട് കാല് മുറിക്കുവാ. അത് പറയാൻ വേണ്ടി വന്നേ നമ്മള്. പോലെ രാജീവിന്റെ വീട്ടില് ഒരു ചുരിദാറെല്ലാം കാണുന്നു. മമിത വൈജു വന്നിട്ടുണ്ട്, പ്രേമലുവിന്റെ 2ാം ഭാഗം എടുക്കാൻ. ഭ്രാന്തലു പോയി കണ്ടോട്ടാ. രാജീവ എന്തെല്ലാം മോനെ, സുഖം തന്നെയല്ലേ? കുറച്ച് പള്ളിക്ക് എത്തട്ടെ.